കാര്യങ്ങളുമില്ല. ഒരു ചെറിയ അസുഖമായ ഓടി ഹോസ്പിറ്റലിലേക്ക്, ഗർഭിണിയാൽ ഓടി ഹോസ്പിറ്റലിലേക്ക്. ഈ ആന പേരുണ്ട്, എന്നിട്ട് വല്ല ഹോസ്പിറ്റലിലേക്ക് പോകണ്ട. ഏത് ഹോസ്പിറ്റലാ പറ്റത്? ആനന്റെ പ്രസവത്തിന് അത്ര അടങ്ങൽ കുറിച്ച പ്രസവം വേറെ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാണ്. സുബ്ഹാനല്ലാഹ്, ഇന്ന് വരെ ഹോസ്പിറ്റലിൽ പറ്റിട്ടില്ല. സുബ്ഹാനല്ലാഹ്, അല്ലാഹ് 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 അല്ലാഹ്. പൂച്ച 6 പെറുന്നു, ആട് പെറുന്നു 2, 3, 4. നായ 3 മാസം പെറുന്നു. ഇന്ന് വരെ ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ടില്ല. ഗർഭം ഒരു രോഗമല്ല. രോഗികളെ കൂട്ടത്തിലേക്കാണ് ഹോസ്പിറ്റലിൽ. ചില ഹോസ്പിറ്റലിൽ പ്രസവിക്കാനായിട്ട് ഹോസ്പിറ്റൽ. സുബ്ഹാനല്ലാഹ്, ഇത്ര നല്ലൊരു ബിസിനസ് വേറില്ല. എന്തും പറയാം, പേടിക്കാൻ ആളുണ്ടല്ലോ. ഞങ്ങളതിനിട്ടില്ല. ജഫറുലിയര് പെണ്ണുങ്ങൾ വെറ്റ് 2 വീട്ടിൽ നിന്ന്, എന്റെ പെണ്ണുങ്ങൾ 9 വെറ്റ് വീട്ടിൽ നിന്ന്. പുറത്ത് വിട് ഈ വിഷയമൊക്കെ, പുറത്ത് പോട്ടെ. ഇത് ഡേറ്റ് കുറിച്ചേക്കണ്ട, പുറത്ത് പോട്ട്. ഇതൊക്കെ 9 പ്രസവിച്ച് ഹോസ്പിറ്റൽ എന്ത് ഡോക്ടർ എന്ത് അറിയില്ല. എന്റെ ഭാര്യ ഏത് 1-ാം മാസം മുതൽക്ക് 10-ാം മാസം വരെ ഡോക്ടർ നമ്മൾ തന്നെ. വേറില്ല, ഒരു ഡോക്ടറും അറിഞ്ഞിട്ടില്ല. ഒരു പരിശോധന, സ്കാനിങ് ഒന്നുമില്ല. ഈ സ്കാനിങ് മുമ്പ് ഇവിടെ വന്ന കാലത്ത് ഭയങ്കര അപകടമായിരുന്നു. പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. സ്കാനിങ് സെന്ററിൽ ചെന്നിട്ട് സ്കാനിങ് ചെയ്യാൻ പറ്റില്ല. ഡോക്ടറെ സമ്മതം വേണം. ഇതിനത് സുബിനൂബിക്കാത്ത് ചെയ്യാൻ പോവാ. അപകടം വരും ചങ്ങായെ. ഈ രശ്മികൾ കടത്തി വിട്ടിട്ട് ഈ ഭ്രൂണം കേടുവരും. 1-ാമത്തെ സ്കാനിങ്ങിൽ കുട്ടിന്റെ കിഡ്നി കേടുന്നു. 2-ാം സ്കാനിങ് പറയാണ് കുട്ടിയുടെ കിഡ്നിക്ക് കേടുണ്ട്. 1-ാമത്തെ സ്കാനിങ് നടന്നപ്പോ കുട്ടിയുടെ ബ്രെയിൻ കേട് വന്നു. 2-ാമത്തെ സ്കാനിങ്ങിൽ പറയുന്നു കുട്ടിയുടെ ബ്രെയിന് കേടുണ്ട്. വെള്ളം നിറഞ്ഞ അതാണ്. എന്റെ ആദ്യത്തെ സ്കാനിങ് ആണ് മുസീബത്ത് മുഴുവൻ ഉണ്ടാക്കിയത്. ഇത് മനസ്സിലാക്കി വെച്ചോ. കുട്ടിയുടെ കുഞ്ഞു ഹൃദയം, ആ ഹൃദയം പ്രവർത്തിക്കുന്നില്ല. നിന്റെ സ്കാനിങ് കൊണ്ട് സംഭവിച്ചതാണത്. പ്രവർത്തിക്കാത്തത് സ്കാനിങ് കൊണ്ട് കണ്ടതല്ല, സ്കാനിങ് കൊണ്ട് പ്രവർത്തിക്കാതിരുന്നതാണ്. ഇതൊന്ന് ചിന്തിക്കുന്നത് നന്ന് മുസ്ലിമീങ്ങളെ. അള്ളാഹു എന്നൊരു സൃഷ്ടാവ് ഇതിന്റെ പിന്നിലുണ്ട്. ഒന്ന് ഓർക്കണത് നന്ന്. ഈ കാലം ഏതാ? നുഈബു സമാനനാ വൽഈബു ഫീനാ ഫമാലി സമാനിനാ ഐബുൻ സിവാനാ. ഈ കാലം ഏതാ? അന്നെ പോലത്തൊരുള്ള കാലം. ഇതാണ് ഈ കാലാണ്. മുമ്പത്തെ കാലം പോലെ എന്തത്തെ മുമ്പത്തെ കാലം ഇപ്പത്തെ കാലമായിട്ട് മുമ്പത്തെ പ്രസവം തന്നെ ഇപ്പത്തെ പ്രസവം. ഞാൻ വിശദീകരിച്ച ഈ പൊതു സ്റ്റേജ് ആയതുകൊണ്ട് ഇപ്പൊ പറയാൻ വയ്യ. ഒരു വ്യത്യാസമില്ല. ഞങ്ങളെ ഭാര്യമാരൊക്കെ പ്രസവിച്ചില്ലേ? ജാഫർ സഖാഫിന്റെ ഭാര്യ എത്ര പറ്റണം? 5 വീട്ടിൽ നിന്ന് തന്നെ. 2 കുട്ടികളിലൊക്കെ പ്രസവം വീട്ടിൽ നിന്ന്. ഞങ്ങളൊക്കെ അങ്ങനെ തന്നെ. എന്റെ മകളെ ഭർത്താവ് 2 വെറ്റ് പെരീന. ഒരു ഹോസ്പിറ്റൽ കണ്ടിട്ടില്ല, ഒരു ഡോക്ടറെ കണ്ടിട്ടില്ല. ഏത് ഗർഭമുണ്ട്, ഗർഭം തരും. അന്നോടാരതിന് നിൽക്കാൻ പറഞ്ഞു. ഈ മുസീബത്താണെങ്കിൽ നസീറിന്റെ 6 ഭാര്യ കുട്ടി. എന്റെ അനുജന്റെ, എന്റെ അടുത്ത് പഠിച്ച മക്കളിൽ 90% ഇങ്ങനെ. കുടുംബത്തിൽ മൊത്തം അങ്ങനെ. ഒരു പ്രശ്നമില്ല. മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ കേട്ടില്ലേ, ഇയാളൊക്കെ എന്ത് തോന്നിവാസമാണ് നമ്മുടെ പൊതുസമൂഹത്തിലേക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വീട്ടിലൊക്കെ പ്രസവിക്കുന്ന സകല സ്ത്രീകളും ഈ വ്യക്തിയൊക്കെ പ്രസംഗിക്കുന്നത് കേട്ടില്ലേ? നിങ്ങളെയൊക്കെ ഇയാളൊക്കെ ഇയാളെ ഭാര്യയെ ഉൾപ്പെടെ എങ്ങനെയാ കാണുന്നത്? മൃഗങ്ങളോടൊക്കെയാണ് ഉപമിക്കുന്നത്. സ്വന്തം ഭാര്യമാരെ, വീട്ടിൽ പ്രസവിക്കുന്ന സകല സ്ത്രീകളെയും ഇവര് കാണുന്നത്, വീട്ടിൽ പ്രസവിപ്പിക്കുന്ന ആളുകൾ കാണുന്നത് മൃഗങ്ങൾക്ക് തുല്യമായിട്ടാ. നിങ്ങൾ തന്നെ കേട്ടില്ലേ, ആന പ്രസവിക്കാൻ ഹോസ്പിറ്റലിൽ പോയോ, നായ പ്രസവിക്കാൻ ഹോസ്പിറ്റലിൽ പോയോ, പൂച്ച പ്രസവിച്ചോ, ആട് പ്രസവിക്കുന്നു, ഇവരൊക്കെ ഹോസ്പിറ്റലിൽ പോകുന്നു. നിങ്ങൾ കേട്ടില്ലേ? അപ്പോ ഇവരുടെ ഭാര്യമാരെ, സ്ത്രീകളെ കാണുന്നത് മൃഗങ്ങൾക്ക് തുല്യമായിട്ടല്ലേ? എന്തൊരു നാറിത്തരമാണ് ഇതൊക്കെ. സ്വന്തം ഭാര്യയെ, വീട്ടിൽ പ്രസവിക്കുന്ന ആളുകളെ, സ്ത്രീകളെ ഇവർ കാണുന്നത് തന്നെ മൃഗങ്ങൾക്ക് തുല്യമായിട്ട്. എത്രത്തോളം വലിയ നെറികേടാണ്, തോന്നിവാസമാണ്. ഇതൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ വ്യക്തികൾക്കൊക്കെ ഇവരുടെ അതേ ഭാഷയിലാ മറുപടി കൊടുക്കേണ്ടത്. അത്തരത്തിൽ നമ്മൾ ഇവർക്കൊരു മറുപടി കൊടുക്കുകയാണെങ്കിൽ ഇവരോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ആന പ്രസവിക്കാൻ ഹോസ്പിറ്റലിൽ പോകുന്നില്ലല്ലോ എന്നല്ലേ? അതേപോലെ ചോദിക്കട്ടെ, ആന പർദ്ദ ഇടാറുണ്ടോ? ആന ഡ്രസ് ഇടാറുണ്ടോ? നായ ഡ്രസ് ഇടാറുണ്ടോ? പൂച്ച ഡ്രസ് ഇടാറുണ്ടോ? ആട് ഡ്രസ് ഇടാറുണ്ടോ? അപ്പൊ നിങ്ങളുടെ ഭാര്യമാര്, വീട്ടിൽ പ്രസവിക്കുന്ന സ്ത്രീകള് ഡ്രസ് ഇടേണ്ടേ? അതേപോലെ തന്നെ നിങ്ങൾ പറഞ്ഞ ആനയും പൂച്ചയും നായയും അതേപോലെ തന്നെ ആട്, ഇവരൊക്കെ തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പരസ്യമായിട്ടാ.
അപ്പൊ നിങ്ങളുടെ ഭാര്യമാര് വീട്ടിൽ പ്രസവിക്കുന്ന ആളുകൾ പരസ്യമായിട്ടാണോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക? അല്ല, ഞാൻ ഒരിക്കലും ഇവരുടെ നിലവാരത്തിലേക്ക് പോകുന്നില്ല. ഞാൻ എടുത്തു പറഞ്ഞതാ, ഇവരുടെ നിലവാരത്തിൽ നിന്നുകൊണ്ട് ഇവരുടെ അതേ ഭാഷയിൽ നമ്മൾ മറുപടി പറയുകയാണെങ്കിൽ ഇതല്ലേ നമ്മൾ പറയേണ്ടത്? അല്ലെങ്കിൽ ഇതൊരു പൊട്ടത്തരം എന്ന രീതിയിൽ നമുക്കങ്ങ് മുന്നോട്ട് പോയാൽ മതി. പക്ഷെ ഇവരിത് മനസ്സിലാക്കണമെങ്കിൽ ഇവരുടെ അതേ രീതിയിൽ മറുപടി കൊടുത്തേ പറ്റൂ. ഇതിന് മറുപടി പറയണം ഇയാളൊക്കെ. ഏറ്റവും വലിയൊരു അത്ഭുതം, ഇതൊക്കെ പിന്തുണക്കുന്ന ആളുകൾ ഇന്നും നമ്മുടെ സോഷ്യൽ മീഡിയകളുണ്ട്. ഇത് വലിയ സംഭവമായിട്ട് പ്രസംഗിക്കുന്നതിൽ നിങ്ങൾ തന്നെ കേട്ടില്ലേ, വലിയ ബിസിനസ്സാണ്. ഹോസ്പിറ്റൽ പ്രസവം വലിയ, നിങ്ങളൊന്നും അതിന് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോവേണ്ട. നിങ്ങളൊന്നും നിങ്ങളുടെ ഭാര്യമാർക്ക് വലിയ രീതിയിൽ പണം ചെലവഴിക്കേണ്ട. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിലും ഇവിടെ സർക്കാർ ഹോസ്പിറ്റലുകളുണ്ട്, നിങ്ങൾ അവിടേക്ക് പോയിക്കോളൂ. നിങ്ങൾക്ക് ഇങ്ങോട്ട് പണം തരും. സർക്കാർ ഹോസ്പിറ്റലിൽ പോയിട്ട് പ്രസവിച്ചാൽ നിങ്ങൾ എന്തിനാ ബിസിനസ് ഉള്ള സ്ഥലങ്ങളിലേക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ പോകുന്നത്? നിങ്ങൾ അത്തരത്തിൽ പോവേണ്ട. നിങ്ങൾ സർക്കാർ ഹോസ്പിറ്റലിൽ പോവോ. നിങ്ങളുടെ ഭാര്യമാര് മുസ്ലിം സ്ത്രീകളുടെ ഇതര വീട്ടിൽ നിന്ന് പ്രസവിപ്പിക്കുന്ന നിർബന്ധിക്കുന്ന ആളുകളോടാ പറയുന്നത്, നിങ്ങൾ സർക്കാർ ഹോസ്പിറ്റലിൽ പോയിട്ട് അവരുടെ ജീവനൊന്നൊരു വില മതിക്കൂ. അതേപോലെ പറഞ്ഞു മറ്റൊന്ന്, സ്കാനിങ്. എന്താ പറയുന്നത്? സ്കാനിങ് ഒക്കെ വലിയ അപകടമാണ്, സ്കാനിങ് ആണ് സകലതും വിളിച്ചു വരുത്തുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ കേരള സർക്കാർ സംവിധാനങ്ങൾ, പോലീസ് സംവിധാനങ്ങൾ ഇത്തരം പ്രാസംഗികരെ പിടിച്ച് ജയിലിൽ അടയ്ക്കണം. അതല്ലെങ്കിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇവിടെ സാധാരണ മുസ്ലിം സ്ത്രീകൾക്കാ. ഒരിക്കലും മറ്റു മതങ്ങളിലെ സ്ത്രീകൾക്ക് ഒരു പ്രശ്നമില്ല. കാരണം ഇജാതി പ്രസംഗങ്ങളൊക്കെ മറ്റു മതങ്ങളിലുള്ള ആളുകൾ കേട്ടാൽ ഏത് പൊട്ടറാ ഇത് എന്ന് ചോദിക്കും. അല്ല, ഏത് മണ്ടനാ ഇത്, എന്ത് വിവരക്കേട് ഇയാൾ പറയുന്നത് എന്ന് പറഞ്ഞ് അവരവരുടെ കാര്യങ്ങളുമായിട്ട് അവർ മുന്നോട്ട് പോകും. അതേസമയം ഇവിടെ ഇത്തരം ആളുകൾ പ്രസംഗിക്കുമ്പോൾ സാധാരണ മുസ്ലിം സ്ത്രീകളിൽപ്പെട്ട കുറച്ച് ആളുകളെങ്കിലും ഇതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നു. ഇതൊക്കെ കേട്ട് ആകൃഷ്ടരായിട്ട് കുറച്ച് ആളുകൾ നിർബന്ധിച്ച് വീട്ടിൽ പ്രസവിപ്പിക്കും. അത്തരത്തിലാണ് മലപ്പുറത്തൊക്കെ ഒരുപാട് സ്ത്രീകൾ വീട്ടിൽ നിന്ന് പ്രസവിക്കേണ്ട ഗതികേടിലേക്ക് എത്തുന്നത്. നമ്മൾ എത്ര വിഷയങ്ങൾ നമ്മൾ ഇതുപോലെ കാണുന്നു. ഈ ജാതി മണ്ടത്തരങ്ങൾ ഈ വീട്ടിലെ പ്രസവവുമായി ബന്ധപ്പെട്ട് എന്തുമാതിരി ആളുകളാണ് രംഗത്തെത്തിയിട്ട് ഒരു ഉളുപ്പുമില്ലാതെ അതിനെ ന്യായീകരിക്കുന്നത്. ഇത് കേട്ടിട്ട് മറ്റുള്ള ഒരുപാട് ആളുകളുണ്ട്, കുറച്ച് ആളുകൾ ഇത് മതത്തിനെതിരാണോ എന്ന് അജാതി കുറെ ആളുകളുണ്ട്. എന്ത് പ്രശ്നം, എന്ത് മണ്ടത്തരവും പൊട്ടത്തരവും ഇത്തരം ആളുകൾ ചെയ്താലും കുറച്ച് ആളുകളുണ്ട് ഇത് മതത്തിനെതിരാണോ എന്ന് പറയുന്ന ആളുകൾ. ഇസ്ലാമോഫോബിയ കാർഡ്, പ്രത്യേകിച്ച് മുസ്ലിം യൂത്ത് ലീഗിന്റെ ഒക്കെ ഒരു നേതാവൊക്കെ ഉണ്ട്. ഇസ്ലാമോഫോബിയാണോ എന്ന് വിളിച്ചു പറയുന്ന ആളുകൾ. അവരോടൊക്കെ പറയാനുള്ള അത്തരം കാർഡുകളൊന്നും ഈ കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിൽ ചിലവാകില്ല. ബോധമുള്ള ആളുകളൊക്കെ തന്നെ തിരിച്ചറിയുന്നുണ്ട്. എന്ത് മണ്ടത്തരത്തിനെയും ന്യായീകരിക്കാനൊന്നും ആരെയും കിട്ടില്ല. സാധാരണ മുസ്ലിങ്ങൾ പോലെ ഇത് തിരിച്ചറിയാം, ഇതൊക്കെ അങ്ങേയറ്റത്തെ മണ്ടത്തരാണ് എന്നുള്ളത്. ആ ഇസ്ലാമോഫോബിയ കാർഡ് ഉയർത്തുന്നവർക്കൊക്കെ കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്, അജണ്ടയുണ്ട് എന്നുള്ളതൊക്കെ ബോധമുള്ള സമൂഹം കൃത്യമായിട്ട് തിരിച്ചറിയുന്നുണ്ട്. എനിക്ക് മുസ്ലിം സ്ത്രീകളോടാണ് പറയാനുള്ളത്, നമ്മൾ ആരും ഒരു മതത്തിനും എതിരല്ല. ഈ മതത്തിലൊക്കെ വിശ്വസിച്ച് പോകുന്ന ഒരാൾ തന്നെയാണ് ഞാനും. നിങ്ങളുടെയൊക്കെ ജീവന് ഒരു വില കാണുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ ഇത്തരം പൊട്ടത്തരം, ഇത്തരം മണ്ടത്തരം കേട്ട് വീട്ടിൽ നിന്നൊക്കെ പ്രസവിക്കാൻ തയ്യാറാവാതിരിക്കുക. നിങ്ങളുടെ ജീവന് നിങ്ങൾ എന്തെങ്കിലും ഒരു വില മതിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് തന്നെ പ്രസവിക്കുക. കാരണം എന്താ അറിയോ, ഇത്തരം ആളുകളുണ്ടല്ലോ, ഈ നിർബന്ധിക്കുന്ന ആളുകൾ വീട്ടിൽ പ്രസവിക്കാനുള്ള ഇവര് പ്രത്യേകിച്ച് മുത്തലാഖൊക്കെ നിരോധിച്ചു, ഏക സിവിൽ കോഡ് വരികയാണ്. മരിച്ചാൽ മാത്രം അടുത്ത പെണ്ണ് കെട്ടാൻ പറ്റുമോ എന്ന സാഹചര്യത്തിലേക്കാണ് നമ്മുടെ രാജ്യം എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവർക്ക് നിങ്ങൾ ആരെങ്കിലും മരണപ്പെട്ടാൽ പോലും പ്രശ്നമല്ല. കാരണം എന്താ, 40 തികയുന്നതിന് മുമ്പ് ഇവർ അടുത്ത പെണ്ണ് കെട്ടു. ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ഉള്ളതാ. അതൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. അപ്പോ മുസ്ലിം സ്ത്രീകൾ വീട്ടിലൊക്കെ പ്രസവിക്കാൻ നിർബന്ധിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് നിർബന്ധപൂർവ്വം ധൈര്യപൂർവ്വം നിങ്ങൾ ഹോസ്പിറ്റലുകളിലേക്ക് തന്നെ പോവുക. നിങ്ങളുടെ ജീവന് നിങ്ങൾ തന്നെ വില മതിക്കുക.